السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചലിക്കുന്ന ആളുകൾ പ്രയാസങ്ങൾ നേരിടേണ്ടതായും ഭൗതിക താല്പര്യങ്ങൾ ബലികഴിക്കേണ്ടതായും വരുമ്പോൾ ചില ആളുകൾ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും പിന്മാറുന്നതിൻ്റെയും അതുമൂലം അള്ളാഹു അവരോട് കോപിക്കുന്നതിൻ്റെയും കാരണം വ്യക്തമാക്കുകയാണ്. പാരത്രിക ജീവിതത്തെക്കാൾ ഇഹലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണവർ. ഇഹലോക ജീവിതത്തിലെ ചില്ലറ ബുദ്ധിമുട്ടുകളെ അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ വലുതായി കണക്കാക്കിക്കൊണ്ട് അള്ളാഹുവിനെ എതിരെ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് അള്ളാഹു അവർക്ക് സന്മാർഗ കവാടം തുറന്നു കൊടുത്തത് എന്നും അവരുടെ ലക്ഷ്യം സന്മാർഗം തന്നെ ആയിരിക്കാനാണ്. പക്ഷേ അവർക്ക് ആ മാർഗത്തിൽ മുമ്പോട്ട് പോകാനാകില്ല. പ്രതിബന്ധങ്ങളിൽ പരിഭ്രാന്തരായി ഇബ്ലീസിൻ്റെ മാർഗങ്ങളിൽ അഭയം തേടി പരലോക വിജയത്തിന് പകരമായി സ്വന്തം ശരീരവും സമ്പത്തുമെല്ലാം അള്ളാഹുവിനു വിൽപ്പന നടത്തിയവരാണ് സത്യവിശ്വാസികൾ. തങ്ങൾ വിറ്റ ജീവിതം സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിച്ചവരാണ് മുസ്ലിങ്ങളും. വിറ്റ് കൈമാറിയ വസ്തു മറ്റെന്തെങ്കിലും ക്ഷണിക ലാഭം മോഹിച്ച് തിരിച്ചെടുത്തു കൊണ്ടുപോകുന്ന വിൽപ്പനക്കാരൻ വളരെ നികൃഷ്ടനായ വഞ്ചകനാണ്. അത്തരം വിൽപ്പനക്കാരോട് അയാളുടെ ഇടപാടുകാരനുണ്ടാകുന്ന കോപം എത്ര ഗുരുതരമായിരിക്കും. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ബോധപൂർവം സത്യം നിഷേധിക്കുന്നവരാണവർ. അത്തരക്കാരെ രക്ഷാമാർഗത്തിലേക്ക് നയിക്കുക അള്ളാഹുവിൻ്റെ ശരിയല്ല, സുന്നത്തല്ല. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.